Hi friends, Oneplus N ഏറ്റവും വില കുറഞ്ഞ ഫോണുകൾ OnePlus അവതരിപ്പിച്ചിരിക്കുകയാണ്. OnePlus Nord എന്ന ഫോൺ 25,000 രൂപ റേഞ്ചിൽ അത് അവതരിപ്പിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അതിന്റെ 10,000 രൂപ 15,000 രൂപ റേഞ്ചിലൊക്കെ OnePlusന്റെ ഫോണുകൾ ഈ നോഡിന്റേതായ ലൈറ്റ് വെർഷനുകൾ വരാൻ സാധ്യതയുണ്ടെന്ന് ആ ഒരു സംഗതിയാണ് ഇപ്പോൾ റിയാലിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്. OnePlusന്റെ ഏറ്റവും കുറഞ്ഞ റേഞ്ചിലെ ഫോണുകൾ അവർ അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ഫോണുകൾ, എന്തൊക്കെയാണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ്, ആ പ്രൈസിന് ഇത് എങ്ങനെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. നേരെ വീഡിയോയിലേക്ക്. ഹായ്, OnePlusന്റെ നോഡ് സീരീസിലെ 2-3 ഫോണുകൾ, അതായത് OnePlus Nord 1 ഇപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും, അപ്പോൾ 3 ഫോണുകളായി ഇപ്പോൾ നോഡ് സീരീസിൽ വരുന്നത്. അതിൽ N10 N10 5G എന്ന പേരിലാണ് ഒരു ഫോൺ 5G സപ്പോർട്ടോടുകൂടി വന്നിരിക്കുന്നു. അത് നോഡിനേക്കാൾ വില കുറഞ്ഞത് തന്നെയാണ്. അതിനേക്കാൾ വില കുറഞ്ഞ ഫോണാണ് N100 അല്ലെങ്കിൽ N100 എന്ന് പറയുന്ന ഒരു ഫോൺ. ആ ഫോൺ ഏറെ സ്പെക്ക് കുറഞ്ഞത് 5G ഒന്നുമല്ല, ഒരു ഏറ്റവും ലോ ബഡ്ജറ്റിലുള്ള ഒരു ഫോണാണ്. സോ ഏതൊക്കെയാണിത്, എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ്? നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ജനറൽ ആയിട്ടൊന്ന് പറയാം. OnePlus N100 എന്ന് പറയുന്ന ഒരു ഫോൺ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ വന്നിരിക്കുന്നു. അതിൻ്റെ സ്പെക്കാണ് ആദ്യം നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് 6.5 ഇഞ്ച് വരുന്ന HD+ ഡിസ്പ്ലേ ആണ്. പഞ്ച് ഹോൾ LCD ഡിസ്പ്ലേ ആണ്. അത് HD+ ആണ്, ഫുൾ HD പോലും ഇല്ല കേട്ടോ. സ്നാപ്ഡ്രാഗൺ 460 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ആണ്. റാമും സ്റ്റോറേജൊക്കെ LPDDR4X റാമും UFS 2.1 സ്റ്റോറേജും തന്നെയാണ് വരുന്നത്. അത് 4GB റാമും 64GB സ്റ്റോറേജുമാണ്. ട്രിപ്പിൾ ക്യാമറയാണ്. 13 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സൽ, അങ്ങനെ ഒരു ട്രിപ്പിൾ ക്യാമറ. 4K ഒന്നും സപ്പോർട്ട് ചെയ്യില്ല. 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ, ഫിംഗർ പ്രിന്റ് സെൻസർ, അതേപോലെ 5000 mAh ബാറ്ററിയും 18 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. ഹൈറ്റും തിക്നെസ് ഒക്കെ നോക്കിയാൽ 8.49 തിക്നെസ്, വെയിറ്റ് 188 ഗ്രാം. ടൈപ്പ് C ആണ്. 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്. ഈ ഒരു സ്പെക്ക് കേട്ടാൽ തന്നെ നമുക്കറിയാം ഇത് നമുക്ക് നോർമലി ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു 10,000 രൂപ റേഞ്ചിലുള്ള ഫോണുകളിലാണ് നമുക്ക് പൊതുവെ ചൈനീസ് ഫോണുകളൊക്കെ നമുക്ക് ഈ ഒരു 10,000 രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്പെക്ക് കാണാൻ സാധിക്കുക. ഇത് വിട്ട് കൂടിയാൽ ഓപ്പോ വിവോ ഒക്കെ 12-13 രൂപ റേഞ്ചിൽ വരെ ഈ ഒരു സ്പെക്കുള്ള ഫോണുകൾ അവതരിപ്പിക്കുന്നുണ്ട്. സോ ആ റേഞ്ചിൽ വരേണ്ടുന്ന ഒരു ഫോണാണ് ഈ ഒരു OnePlus N100 അല്ലെങ്കിൽ N100 എന്ന് പറയുന്ന ഫോൺ. ഇതിന്റെ UK പ്രൈസ് ഇന്ത്യൻ കറൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി കൂടിയ പ്രൈസാണ്. 17,300 രൂപ വരുന്നുണ്ട്. അതായത് 179 അവരുടെ ഒരു പ്രൈസ് പറയുന്നത്. ഇവിടേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 17,300 വരും. ബട്ട് ഇത് ആക്ച്വൽ കൺവേർഷൻ മാത്രമാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ പ്രൈസ് കുറയാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ OnePlus നോഡിന്റെ 12GB റാം 256GB സ്റ്റോറേജിന് അവിടുത്തെ പ്രൈസ് ഇപ്പോൾ കാണുന്നത് 45,000 രൂപയാണ്. ഇന്ത്യയിൽ അത് 30,000 രൂപയാണ്. റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഒരു 15,000 കുറവുണ്ട്. അപ്പോൾ 3-ൽ 2 ഭാഗം വന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു സിമ്പിൾ കണക്ക് നോക്കാം. അങ്ങനെ നോക്കിയാൽ ആ ഒരു റേഷ്യോ അനുസരിച്ച് നോക്കിയാൽ നമുക്ക് ഈ 17,300 വരുന്ന OnePlusന്റെ N100 എന്ന് പറയുന്ന ഫോണിന് ഒരു 2 ഭാഗം തന്നെ ഈ 3-ൽ 2 കുറച്ച് നോക്കിയാൽ എങ്ങനെ പോയാലും ഒരു 12,000 രൂപ റേഞ്ചിലാണ് വരാൻ സാധ്യത. അവർ ആ പ്രൈസിനോട് ഇറക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ അതിൽ കൂടിയ പ്രൈസിന് അവർ ഇറക്കിയാൽ ആ ഫോണിവിടെ ചിലവാകുമോ എന്നുള്ള കാര്യം കൺഫ്യൂഷനാണ്. കാരണം റെഡ്മി റിയൽമി ഒക്കെ അതേ പ്രൈസിൽ ഇതിനേക്കാൾ നല്ല ഫോണുകൾ നമുക്കിവിടെ തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ച് ഒരു പിടിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഫോൺ ഇന്ത്യയിൽ സക്സസ് ആവുള്ളൂ. ഇപ്പോഴേക്ക് അത് 17 രൂപയ്ക്കാണ് മറ്റ് UK പോലുള്ള രാജ്യങ്ങളൊക്കെ ഇറക്കിയിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ അതൊരു 12 രൂപ റേഞ്ചിലെങ്കിലും വരണം എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് കൺവേർഷൻ നോക്കിയാൽ 17 രൂപയാണ്. എന്തായാലും ആ പ്രൈസ് അല്ല ഇവിടേക്കുള്ളത്. ഏകദേശം 10-12 രൂപ റേഞ്ചിൽ തന്നെ ഇവിടെ വരുമെന്നാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഇനി അടുത്ത വേരിയന്റ് OnePlus Nord N10 5G എന്നാണ് ഇതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. 6.5 ഇഞ്ച് വരുന്ന ഫുൾ HD+ ഡിസ്പ്ലേ, 90 Hz റീഫ്രഷ് റേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് LCD ഡിസ്പ്ലേ ആണ്. ഈ 2 ഡിവൈസുകളിലും Gorilla Glass 3യുടെ പ്രൊട്ടക്ഷൻ ആണ്. 5 ഒന്നും വരുന്നില്ല. ഇതിലും റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ തന്നെയാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 690 എന്ന 5G പ്രോസസ്സറാണ് ഇതിനകത്തുള്ളത്. രണ്ടും ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ഡിവൈസുകൾ തന്നെയാണ്. LPDDR4X തന്നെയാണ് റാം. സ്റ്റോറേജ് UFS 2.1 തന്നെയാണ്. ഇവിടെ വരുമ്പോൾ 6GB റാമും 128GB സ്റ്റോറേജുമാണ് N10 5G വരുന്നത്. ക്വാഡ് ക്യാമറയാണ്. 64 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ, പിന്നെ 2 മെഗാപിക്സൽ സെൻസറുകൾ. ഫ്രണ്ടിൽ 16 മെഗാപിക്സലിന്റെ സെൽഫി, 4300 mAh ബാറ്ററിക്ക് 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഈ 2 ഫോണുകളിലും വരുന്നുണ്ട്. ഇതിന്റെ N10 5Gയുടെ തിക്നെസ് നോക്കിയാൽ 8.95mm ആണ്. വെയിറ്റ് 190 ഗ്രാം ആണ്. ഇത് ഇപ്പോൾ NFC സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അതായത് UK ഇത് NFC സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ്. ഇവിടേക്ക് വരുമ്പോൾ NFC ഉണ്ടാവുമോ എന്നറിയില്ല. മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. OnePlus കുറയ്ക്കാനൊന്നും വഴിയില്ല. ഈ ഒരു സ്പെക്ക് നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 690 ഫുൾ HD ഡിസ്പ്ലേ, 90 Hz റീഫ്രഷ് റേറ്റ്, അതേപോലെ തന്നെ ബാക്കിയുള്ള ക്വാഡ് ക്യാമറയും കാര്യങ്ങളും, 16 മെഗാപിക്സൽ സെൽഫി, ബാറ്ററി, ഫാസ്റ്റ് ചാർജിങ്, എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ ഈ ഒരു സ്പെക്ക് നമുക്ക് ഇവിടെ നോക്കിയാൽ ഒരു 15-20 ആ ഒരു റേഞ്ചിനകത്താണ് നമുക്ക് ഈ ഒരു സ്പെക്ക് നമുക്ക് കിട്ടുന്നത്. ഇതിനേക്കാൾ നല്ല സ്പെക്ക് ഉണ്ട്. എങ്കിലും 5G സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളില്ല. 5Gയും സ്റ്റീരിയോ സ്പീക്കറും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകൾ നോക്കിയാൽ കുറവാണ്.
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു 20 രൂപ താഴെ അല്ലെങ്കിൽ ഒരു 15 രൂപയ്ക്ക് മുകളിലൊക്കെ ആയിട്ട് നിൽക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫോണായിരിക്കും. എന്തായാലും ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് UK യിൽ നമ്മളിങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 31,800 ഇപ്പം നമ്മൾ ഈ ഒരു പ്രൈസ് കേൾക്കുമ്പോൾ 30,000 രൂപ 31,000 രൂപ എന്ന് പറയുമ്പോൾ 30,000 രൂപ റേഞ്ചിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു റൗണ്ട് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ 45,000 രൂപയുടെ ഫോൺ നമുക്ക് 30,000 രൂപ റേഞ്ചിലാണ് ഇന്ത്യയിൽ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു OnePlus നോഡിൻ്റെ പ്രൈസ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30,000 രൂപ റേഞ്ചിലാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 20 രൂപ റേഞ്ചിൽ വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഏകദേശം ആ ഒരു പ്രൈസിൽ ഇന്ത്യയിൽ ഇത് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡീസൻ്റ് ആയ ഓപ്ഷൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഡീസൻ്റ് ഓപ്ഷൻ കാരണം 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ പ്രോസസർ 690 ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ഫോൺ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഒരു നല്ല ഓപ്ഷൻ ആയേക്കാം. പക്ഷെ അത് നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? ഈ ഒരു സ്പെക്കും കാരണം കേൾക്കുമ്പോൾ ഈ ഒരു പ്രൈസിൽ ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. എന്തായാലും ഈ ഫോണുകളെ കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട സ്പെക്കോടെ ഞാൻ നേരത്തെ പറഞ്ഞു. അത് വരുന്ന കാര്യവും ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസും പറയുന്നു, ജസ്റ്റ് അവിടുത്തെ പ്രൈസും കാര്യങ്ങളൊന്നും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ള എപ്പോഴാണ് വരിക എന്നുള്ള കാര്യം നമുക്കറിയില്ല. US മറ്റു ചില കൺട്രികളിലൊക്കെ അവരുടെ സൈറ്റുകളിൽ അത് ലിസ്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. ഇവിടേക്കുള്ള കാര്യങ്ങൾ എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ളത് വരും ദിവസങ്ങളെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അറിയുമ്പോൾ അടുത്ത വീഡിയോകളിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.